ഇന്ന് മംസബിലേക്ക് പോവാണ് അല്ലേ? അപ്പൊ ജീവന് കൂട്ടായിട്ട് ഒരാളും കൂടി വരാൻ പോടുക. ജീവ ധാര കിടക്കുക ഇവിടെ ആരാ കിടക്കുക? ബേബി എടുക്കല്ലേ ജീവേ? ഓക്കെ ഗൈസ്, ഇതും എന്റെ ജീവാപ്പൂൻ്റെത്. ഇനി നമ്മളെ ബേബിക്കുള്ളതാണ്. ജീവാപ്പൂനാ കൂടുതലുള്ളത്. ഞങ്ങൾ ആർക്കെന്ന് വാങ്ങാൻ വന്നോ? ഞങ്ങൾ ബേബിക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മൾ കളക്ഷൻസ് കണ്ടിട്ട് ജീവാപ്പൂനോട്ട് വാങ്ങി. പിന്നെ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരാള് വെയില് കൊള്ളുന്നു പേടിച്ചിട്ട്, അതെ, പിന്നെ എന്താ പറയാ, ഫെയർനെസ് പോകുന്നു പേടിച്ചിട്ട്. ഓ ഒന്നുമില്ല. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്റെ വെയില് കറുത്തു പോവില്ലേന്ന് കുട്ടി. ഓ അല്ല, എന്നെ കണ്ടല്ലേ പഠിച്ചത്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താ ശിവ പറഞ്ഞു കൊടുക്കേ? എങ്ങോട്ടാ പോണത് പറഞ്ഞെടുത്താ? ചിന്നുനെ എന്താക്കാൻ പോവാ? നമ്മളെ ബേബിനെ കാണാന്. ഓക്കെ, അപ്പൊ ഗൈസ്, ഇന്ന് നമ്മള് ചിന്നുനും കൂട്ടിട്ട് എങ്ങോട്ടാ പോണത്? ഡോട്ടടെ കാണിച്ചാല്. ഒക്കെ അറിയാം എന്റെ കുട്ടിക്ക്. ഒന്ന് കാണിച്ചു കൊടുത്ത എല്ലാരും കാണട്ടെ. ജീവന് ക്ലിപ്പൊക്കെ കാണിച്ചു കൊടുത്തേ. അതാ കണ്ടോ? അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് മംസബിലേക്ക് പോവാണ് അല്ലേ? അപ്പൊ ജീവന് കൂട്ടായിട്ട് ഒരാളും കൂടി വരാൻ പോടുക. നീ തെറ്റിദ്ധരിക്കണ്ട, എനിക്കല്ല. അതാ അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ഇനിയും ചിന്നുവിനെയും ഷെരീഫ്ക്കാരെയും താത്താനെയും കൂട്ടിയിട്ട് മംസബിൽ പോകണം കേട്ടോ. ചിന്നുവിന് ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി മംസബിലാണ് നിൽക്കാൻ പോണത്. അപ്പൊ ഓളെ ജസ്റ്റ് ഒന്ന് കാണുമ്പോ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതായത് നമ്മള് വന്ന സമയത്ത് ഓളെ അവിടെ വന്ന് കണ്ടിക്കണേ. ഞാനുള്ള സമയത്തുള്ളതല്ല ഇപ്പൊ മംസബ്. ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ മാറ്റങ്ങൾ വന്നു വെച്ചിട്ടല്ല, ജസ്റ്റ് അവിടെ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ കാണാനും വേണ്ടിട്ട് പോവാത്രേ ഉള്ളൂ. മോട്ടി വന്നിട്ട് പോണേ ഗൈസ്. ഇതാണ് നമ്മളെ ഷെരീഫ് കാക്കന്റെ വീട്. പക്ഷെ സിവുവിന്റെ വിചാരം സിവു ആണ് ഇവിടെ മെയിനാണ്. നമ്മള് ചിന്നുവിന്റെ ബേബിക്ക് സാധനം എടുക്കാനൊക്കെ ഉണ്ടല്ലോ നീ. അതെ, ചിന്നുവിന് ഞാൻ പ്രസവിച്ച് കിടന്നപ്പോ തുടങ്ങിക്കണു മംസബ് തന്നെ വേണമെന്ന്. അപ്പൊ നമ്മള് വിചാരിച്ചാ നീ മംസബിലായിട്ട് പോവാണ് അല്ലെ ചിന്നു? നീ കയറിക്കോളോ. എന്താ എന്റെ ജീവാപ്പു? അത് എനിക്ക് കാണുന്നില്ല. ചിന്നുവിന് അവൾക്ക് കാണും ഗൈസ്. ഇതാണ് നമ്മളെ മംസബ് വരുന്നത്. ഇവിടൊക്കെ ഞാൻ ഉള്ള സമയത്ത് ഇവിടൊക്കെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ ഒന്നും അങ്ങനെ പാർക്കിംഗ് ഒന്നും ഇല്ല. ഇനിയിപ്പൊ ഫുൾ സെറ്റപ്പാണ്. അനക്ക് ഭാഗ്യം ഉണ്ടായി. അല്ല ഉണ്ടാവും ഗൈസ്. ഓൾക്ക് അതല്ല അറിയണ്ട. ഓൾക്ക് ട്രീറ്റ്മെന്റ് ആണ് അറിയണ്ടേ. ഇപ്പൊ പുതിയ ട്രീറ്റ്മെന്റ് എന്തൊക്കെ വന്നേ? ഏതൊക്കെ വന്നേ? പിന്നെ ധാര ഉണ്ടായിരുന്നു അല്ലെ? ഫസ്റ്റ് കഷായ ധാരയാ ചെയ്യുക. ഫുൾ ബോഡി കഷായം പിന്നെ അല്ല, അത് നമ്മൾ ഇവിടുന്ന് അതിനിപ്പോ സ്പെഷ്യൽ അതാണ് ഫസ്റ്റ് ഇടുക. കാരണം വെച്ചാൽ തലക്ക് നല്ല തണുപ്പും ഇതൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. എന്നിട്ട് പിന്നെ ഇതൊക്കെ പറ്റണില്ല ഇങ്ങനെ ഓയില് ചേഞ്ച് ചെയ്യും. ചിന്നുവിന്റെ ഉണ്ടാവും ഇങ്ങനെ വെൽക്കം ടു മംസബ് എന്നിട്ട് എന്റെ പേര്, പിന്നെ എന്റെ കെട്ടോന്റെ പേര്. ഞാൻ ഉള്ളപ്പോ ഇതൊന്നും ഇല്ലേനു. ബേബിന്റെ റൂം കാണാ. ഇറങ്ങിക്കൂടി ഇങ്ങോട്ടെ. അവനിപ്പോ നേരം വെളുക്കും. ബാ അടക്ക. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളെ റൂം. ജീവ ധാര കിടക്ക ഇവിടെ ആരാ കിടക്കുക? ബേബി എടുക്കല്ലേ ജീവേ? ജി ബെഡിലെടുക്ക? ഫുഡോ? എന്നാ ബാ, കൈ പിടിച്ചു മാമന്റെ. കാക്ക ഇവിടെ. ഇതാണ് നമ്മളെ ഹോള് വരുന്നത്. ഇവിടെ ഡൈനിങ് ടേബിൾ വരുന്നുണ്ട്, സോഫ വരുന്നുണ്ട്, TV വരുന്നുണ്ട്. പിന്നെ ഇതാ ഇത് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ബെഡ്. കാക്ക ഇവിടെ. കാക്ക ബാത്റൂമിലാ. എങ്ങനെയുണ്ട് റൂം? എനിക്ക് ഇഷ്ടപ്പെട്ടോ? നീ ഇത് വാങ്ങണമെന്നില്ലല്ലോ.
പിന്നെ നമുക്ക് 40 കഴിഞ്ഞ് പോകുമ്പോൾ വീട്ടിലേക്ക് വാങ്ങാം ഇൻഷാ അല്ലാ. അത് വാഷ്റൂം. ഓക്കെ, ഇതൊക്കെ സിവ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ചിന്നു ഞാനൊക്കെ കിടന്നതൊക്കെ ആലോചിക്കുമ്പോൾ വാവ്, ഈ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് എന്തിനുള്ളതാ? ആ, അത് നിങ്ങൾ എനിക്ക് തന്നിട്ടില്ല. അതെ. പിന്നെ എനിക്ക് സ്റ്റീം പാത്ത് മറ്റേ പുയിങ്ങണ സെറ്റപ്പ് ഒക്കെ അല്ലേ? ആ ആ, ഇവിടെ എന്താണ് കേട്ടോ, ഇവിടെ നിന്നാണ് എൻ്റെ കുട്ടീനെ കുളിപ്പിക്കുക. ഒരു കീ എടുക്കണേ. ആ സിവ, എനിക്കിഷ്ടമായില്ലേ? ഇവിടെ പിന്നെ നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സെറ്റാക്കാം. ഇവിടെ നല്ല ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ അല്ല, നമ്മളിറങ്ങിട്ടോ. ഇനി ഇവിടെ നോക്കിയാൽ മതി. ആ ആ, എവിടേക്കാ ഉള്ളത് എനിക്കറിയാം, അപ്പുറത്തേക്കാണ്. ആ, എങ്ങോട്ടാ സിവ? ഇനി പൊലിഞ്ഞിട്ട് വരും. വീയൂല, പതുക്കെ കയറിയാ മതി. ആ, പതുക്കെ കയറിയാ മതി. ആ, ഇതിലൂടെ ഇപ്പൊ വരും. ഇറങ്ങിക്കൂടെ? ആ ആ, കാണണ്ടേ, ഇറങ്ങിക്കാ. എവിടെ? ആ, ഇനി ഇവിടെ നമ്മൾ പോവില്ല. അപ്പം ഇവിടുന്നാണ് നമ്മൾ ബേബിനെ കുളിപ്പിക്കുക കേട്ടോ. ബേബിനെ കുളിപ്പിക്കാനുള്ള സാധനങ്ങളാണ് ഇത്. ഇജ് കണ്ടില്ല പറയണ്ട. ഇവിടെ നിന്നാണ് കുട്ടീനെ കുളിപ്പിക്കുന്നത്. ശിവാനി ഇവിടെ തന്നെ, ഇവിടെ തന്നെ അല്ലേ മോളതൊക്കെ? ഒറ്റ 2 റൂമുണ്ട്. ഓക്കെ, ഇത് അയൺ ചെയ്യണം, ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം. ആ, ബേബിനെ ഉറക്കാൻ പറ്റിയ സാധനം എടുക്കണ്ടേ ആശിന്റെ അടുത്തുനിന്ന്? ബാ, ആ അങ്ങോട്ട് വരും. ബാ പോരെ. ഇതേനില്ലേ ഞങ്ങളെ 40 ദിവസത്തെ ലോകം. ഇനി എൻ്റെ ലോകമാണിത്, 40 ദിവസം. ഇനി ഞങ്ങൾ ബേബീൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെൽക്കം വേഗയിൽ പോകാൻ കേട്ടോ. വെൽക്കം വേഗം എന്താ തൊട്ടപ്പുറത്താണ്. ഞങ്ങൾ പോയിട്ട് സിവാക്കും എടുക്കണം, ബേബിക്ക് എടുക്കണം അല്ലേ. നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിലേക്കുള്ള സാധനം എടുക്കാൻ പോവാണ്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ഈ ആളൊന്നും ഇവിടെ ഇല്ല, മോൾട്ടി നേഴ്സാണ്. ഇപ്പം നമുക്ക് പറ്റുന്നിടത്തോളൊക്കെ ഞാൻ എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ടുള്ളത് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഗൈസ് നമ്മളിതാ ഇത്രയും സാധനങ്ങൾ സിവാപ്പൂന്, ഇതൊക്കെ നമ്മൾ ബേബിക്ക് വാങ്ങിയതാട്ടോ. ചുണ്ടണിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഷോക്സ്. ഇൻഷാല്ല ബേബി ആയിട്ട് ഞങ്ങൾ എന്തായാലും വാങ്ങും. പക്ഷേ ഈ ഇങ്ങനത്തെ സാധനങ്ങൾ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സിവാപ്പൂന്റെ തലയിലുള്ള ഇതൊക്കെ ഇതാ ആശിന്റെ അടുത്തൊന്നുണ്ട് കേട്ടോ. സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഇതാ ഇനിയിപ്പോ നീ സിവാപ്പൂ ഇടുമ്പോ എല്ലാരും ചോദിക്കണ്ട ഇത് എവിടുന്നാ വാങ്ങിയത്, എവിടുന്നാ വാങ്ങിയത്. ഇതൊക്കെ ഇതാ ഈ എയർബോ, ഇതൊക്കെ നമ്മൾ ഇനി സിവാപ്പൂന് ഇതാ കുറേ സാധനങ്ങൾ. ഇതൊക്കെ ഞങ്ങളെ ബേബിക്ക്. ഇതിന്റെ സിവാപ്പൂൻ്റെത്. ഓക്കെ ഗൈസ്, ഇതും എന്റെ സിവാപ്പൂൻ്റെത്. ഇനി നമ്മളെ ബേബിക്കുള്ളതാണ്. സിവാപ്പൂനാ കൂടുതലുള്ളത്. ഞങ്ങൾ ആർക്കെന്ന് വാങ്ങാൻ വന്നോ? ഞങ്ങൾ ബേബിക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നമ്മൾ കളക്ഷൻസ് കണ്ടിട്ട് സിവാപ്പൂനോട്ട് വാങ്ങി. എന്താ ബസികാക്ക? ഇത് നമ്മളെ ബേബിന്റെ കാരണം തീരല്ല കേട്ടോ. അത് ഇവിടെ പിടിച്ചോളൂ, നമ്മൾ പിടിച്ചോളൂ. നോളെന്നെ പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഇത് ഇൻ്റെത്, എൻ്റെ കുട്ടീൻ്റെത്. ആശയ അസ്സലാമലൈക്കും. പോയിട്ട് വരും. ഫസിലൊക്കെ സന്തോഷമായില്ലേ? വരൂ പോവാ. നീ ബാഗിലേക്കും ഇതെവിടുന്ന വാങ്ങി? നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞാണ്.
നിങ്ങള് കമന്റിൽ പറയണം കേട്ടോ. ടെൻഷൻ ആയിക്കൂലേ? ഇല്ല ഷോക്ക് തോന്നുന്നു മനസ്സിലായിട്ടില്ല. ഇല്ല നിങ്ങളെ മുഖത്ത് എന്തോ ഇല്ല എന്തോ ഉണ്ട് കാര്യമായിട്ട് എന്തോ സംഭവിച്ചു. ഞങ്ങൾ പോട്ടെ കേട്ടോ. ബൈ ബൈ ബൈ.